ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിൽ കഥാപാത്ര പഠനം എന്ന ശുശ്രൂഷ ചെയ്യുവാൻ വലിയവനായ ദൈവം ബലപ്പെടുത്തിയതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഈ ശുശ്രൂഷ ഏൽപ്പിച്ച അഡ്മിൻസിനോടുള്ള നന്ദിയും അറിയിക്കട്ടെ. തുടർന്നും പ്രിയ സഹോദരിമാർ ഓരോരുത്തരും തങ്ങളുടെ പ്രാർത്ഥനാ പിൻബലം നൽകുമല്ലോ. കഥാപാത്ര പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്? അപ്രകാരമുള്ളൊരു പഠനം നമുക്ക് ഏത് രീതിയിൽ ഉൾക്കാഴ്ച നൽകുന്നു? ബൈബിളിൽ അവരുടെ ശക്തിയും ബലഹീനതയും എല്ലാം ഒട്ടും തന്നെ മറച്ചു വയ്ക്കാതെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇവരുടെ ജീവിതം പിൻതലമുറയ്ക്ക് ഒരു ദൃഷ്ടാന്തമാകുവാനാണ്. 1 കൊരിന്ത്യർ 10:11. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. നാം പഠിക്കുന്ന കഥാപാത്രങ്ങളുടെ നല്ല മാതൃക പിൻപറ്റുന്നതിനും ദൂഷ്യവശങ്ങൾ ഉപേക്ഷിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവിക പദ്ധതികൾ നിവർത്തിക്കുന്നതിനായി ഒരു സമൂഹത്തിൽ നിന്നും ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. ദൈവിക ശക്തി നൽകുന്നു. ദൈവ സാന്നിധ്യം കൂടെയിരിക്കുന്നു. ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു. എന്നാൽ ദൈവം നൽകിയ ഈ അനുകൂല സാഹചര്യങ്ങൾ ആ വ്യക്തി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയോ? ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആ വ്യക്തിയിൽ കൂടി സാധ്യതമായോ? തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ തിരഞ്ഞെടുപ്പുകൾ ദൈവഹിതപ്രകാരമായിരുന്നുവോ? അതോ സ്വാർത്ഥ ലാഭത്തിനും സ്വയത്തെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണോ ഉപയോഗിച്ചത്? ശിംശോനെക്കുറിച്ചുള്ള കഥാപാത്ര പഠനത്തിൽ ഇതുപോലുള്ള മറ്റനേകം ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ്റെ ചരിത്രം വിവരിക്കുന്നതിനായി 4 അധ്യായങ്ങൾ 13:1 മുതൽ 16:31 വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുന്നു. മറ്റു ന്യായാധിപന്മാർക്കില്ലാത്ത സ്ഥാനം എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ശിംശോന് കൊടുത്തു? ദൈവത്തിൻ്റെ ആത്മാവ് ന്യായാധിപന്മാരായ ഒത്നിയേലിനെയും 3:10, ഗിദെയോനെയും 6:34, ഇഫ്താഹിനെയും 11:29 ഓരോ പ്രാവശ്യം ഉദ്യമിപ്പിച്ചപ്പോൾ ശിംശോനെ 4 പ്രാവശ്യം ഉദ്യമിപ്പിക്കുന്നതായി കാണാം. 13:25, 14:6, 19, 15:14. ഇതിൽ നിന്നും ആ കാലഘട്ടത്തിൽ ശിംശോനെക്കുറിച്ച് ദൈവത്തിന് വിശാലമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യം ശിംശോൻ നിറവേറ്റിയോ? 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ശിംശോന് സാധിക്കുമോ? നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അതുപോലൊരു സാക്ഷ്യം പറയുവാൻ കഴിയുമോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ശിംശോൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ദൈവീക പദ്ധതികളോട് അനുസരണക്കേട് കാണിച്ച ഒരു നിഷേധാത്മക വ്യക്തിത്വമായി ചിലർ ചിത്രീകരിക്കുമ്പോൾ, വേറെ ചിലർ ശിംശോനെ ഒരു ഹീറോ ആയി, ഒരു വീരപുരുഷനായി ചിത്രീകരിക്കുന്നു. 2 വിഭാഗത്തിനും നിരത്തുവാൻ ന്യായങ്ങളുമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല. മറ്റ് ന്യായാധിപന്മാർക്കില്ലാത്ത അനുകൂല സാഹചര്യങ്ങൾ ശിംശോന് ലഭിച്ചു. താൻ വീണു പോകാവുന്ന സാഹചര്യങ്ങളിലും ദൈവാത്മാവിൻ്റെ ശക്തി തന്നിൽ വ്യാപരിച്ചു. എന്നാൽ ദൈവം തെറ്റുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ദൈവമല്ല. തൻ്റെ തെറ്റുകൾക്ക് ശിംശോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ എബ്രായർ 11 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശിംശോൻ സ്ഥാനം പിടിച്ചു. മാനുഷിക ബുദ്ധിയിൽ ആ സ്ഥാനത്തെക്കുറിച്ച് സംശയം ജനിക്കാം. മനുഷ്യൻ്റെ ചിന്തകളല്ലല്ലോ ദൈവത്തിൻ്റെ ചിന്തകൾ. യെശയ്യാവ് 55:8-9 വാക്യങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ശിംശോനെക്കുറിച്ചുള്ള പഠനം നമുക്ക് പ്രാർത്ഥനയോടെ തുടരാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.